നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ബാഴ്സയുടെ ഊഴം, ഇന്ന് റയലിൻ്റെ ഊഴം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ബാഴ്സ തോറ്റു പുറത്തായി. ആദ്യ പാദം സ്വന്തം മൈതാനത്ത് 2 ഗോൾ അവർ വഴങ്ങിയിരുന്നു. രണ്ടാം പാദത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചു, ജയിച്ചു, പക്ഷേ കടം വീടിയില്ല, അങ്ങനെ പുറത്തായതാ. റയലും അതേ അവസ്ഥയിലാണ്. ആദ്യ പാദം സ്വന്തം മൈതാനത്ത് 2 ഗോൾ വഴങ്ങി തോറ്റു. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, 1 ഗോൾ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അലിയൻസ് അരീനയിൽ പോയിട്ട് ജയിച്ച് കയറണം. ആ 1 ഗോളിൻ്റെ കടവും വീട്ടിയിട്ട് പിന്നെ ജയിച്ച് കയറണം. അതാണ് സാധിക്കുമോ എന്ന ചോദ്യം ഉയരുന്നത്. ഇന്നലെ ബാഴ്സ, ഇന്ന് റയൽ എന്ന അവസ്ഥയിലേക്ക് വീഴുമോ? ലലീഗയിൽ 1ഉം 2ഉം സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളാണവർ. ഏതായാലും ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് FC ബാഴ്സലോണ മത്സരം 2-1 അത്ലറ്റിക്കോ തോറ്റു. പക്ഷേ അഗ്രിഗേറ്റ് 3-2 ജയിച്ച് സെമി ഫൈനലിലേക്ക് എത്തി. ലിവർപൂൾ വേഴ്സസ് PSG മത്സരം ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് അഗ്രിഗേറ്റ് PSG ജയിച്ചിരിക്കുന്നത്. ആദ്യ പാദം 2-0, രണ്ടാം പാദം 2-0. ഇന്ന് സെമി ഫൈനലിലെ അത്ലറ്റിക്കോയുടെയും ലിവർപൂളിൻ്റെയും എതിരാളികൾ ആരാണെന്ന് തീരുമാനമാകുന്ന കളിയാണ്. ഒരു കളി ബയൺ മ്യൂണിക്ക് വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടമാണ്. അതങ്ങ് അലിയൻസ് അരീനയിലാണ്. ഇത് ജയിച്ചവർ PSG എതിരാളിയായിട്ടായിരിക്കും സെമി ഫൈനലിൽ വരിക. ആദ്യ പാദം 2-1 ജയിച്ചിട്ടുണ്ട് ബയൺ മ്യൂണിക്ക്. രണ്ടാം പാദം മ്യൂണിക്കിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാൻ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 വരെ കാത്തിരിക്കണം. ജയിച്ചാൽ PSG സെമി ഫൈനലിൽ കളിക്കണം. ലൂയിസ് എൻറിക്ക് വരുന്ന ആരായാലും കുഴപ്പമില്ല എന്നാണ്. റയൽ വന്നാലും ബയൺ വന്നാലും താൻ ഓക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരെയും നേരിടാനുള്ള ചങ്കുറപ്പോടെ നിലവിലെ UCL ചാമ്പ്യന്മാർ അവിടെ കാത്തിരിപ്പാണ്. ആരായിരിക്കും എത്തുക, കാത്തിരിക്കാം. പിന്നെ അതേ സമയത്ത് മറ്റൊരു കളി, ആഴ്സണൽ വേഴ്സസ് സ്പോർട്ടിംഗ് പോരാട്ടം. ജയിക്കുന്ന ടീം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ UCLൻ്റെ സെമി ഫൈനൽ കളിക്കും. ആഴ്സണൽ ആദ്യ പാദത്തിൽ സ്പോർട്ടിങ്ങിൻ്റെ മൈതാനത്ത് പോയി ഏകപക്ഷീയമായ 1 ഗോളിന് ജയിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സീസണിൽ മിന്നും ഫോമിൽ നിൽക്കുന്ന ആഴ്സണലാണ്. പക്ഷേ സമീപകാലത്ത് ഇംഗ്ലീഷ് ഡൊമസ്റ്റിക് ഫുട്ബോളിൽ അവരിങ്ങനെ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് UCLലേക്ക് കൂടി പടരുമോ എന്നുള്ളതാണ് ആരാധകർക്കുള്ള ഭയം. 1 ഗോളിൻ്റെ ലീഡേ ഉള്ളൂ, അത് വർദ്ധിപ്പിക്കണം. എമിറേറ്റ്സിൽ അവർക്കതിന് കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ജനം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 2 കളികളും. ബയൺ വേഴ്സസ് റയൽ മാഡ്രിഡ്, ആഴ്സണൽ വേഴ്സസ് സ്പോർട്ടിംഗ്. കാത്തിരിക്കാം ആര് സെമി ഫൈനൽ സ്പോട്ട് ഉറപ്പാക്കും എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.